നിങ്ങൾക്കറിയാം, മതം രാഷ്ട്രീയത്തിൽ വരുന്നത് സിനിമയിൽ അശ്ലീലം കടന്നു വരുന്ന പോലെയാണ്. അശ്ലീല സിനിമകളുടെ മുന്നിലേക്ക് ജനം ഈയാമ്പാറ്റകൾ പോലെ വരും. കാര്യം അവൻ്റെ അടിസ്ഥാനപരമായ ചോദനകളെയും വികാരങ്ങളെയും ഉദ്ദീപിക്കുന്നതാണ് സിനിമയിലെ അശ്ലീലം. അതിന് പരസ്യം പോലും വേണ്ട, ചെറുതായിട്ടൊന്ന് എഴുതി കൊടുത്താൽ മതി, ഇന്ന സിനിമ കാണിക്കുന്നു പറഞ്ഞാൽ ആളുകളെല്ലാം ചെന്ന് കണ്ടോളൂ. വിശ്വാസം എന്ന് പറയുന്ന സാധനം രാഷ്ട്രീയത്തെ കലർത്തുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. രാഷ്ട്രീയക്കാരന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം വിശദീകരിക്കേണ്ട കാര്യം തന്നെയില്ല. നിങ്ങളാകെ പറയേണ്ടത് എന്താണ്? ഇന്നാർക്ക് വോട്ട് ചെയ്യണം. കാര്യം എന്താണ്? നമ്മുടെ ആളാണ്, അയാൾ നമ്മുടെ ജാതിയാണ്, നമ്മുടെ മതമാണ്. പിന്നെ അവിടെ വേറെ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല, മാനിഫെസ്റ്റോകളുടെ ആവശ്യമില്ല, പ്രകടന പത്രികകളുടെ ആവശ്യമില്ല, വികസന രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല. സാംസ്കാരികപരമായിട്ട് നിങ്ങൾ രാജ്യത്തിന് എന്ത് ദിശയാണ് നൽകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് പറയുന്നത് അവൻ നമ്മുടെ ആളാണ്, മറ്റവൻ അവരുടെ ആളാണ്, ജസ്റ്റ് വോട്ട്. ഇത് തന്നെയാണ് എപ്പോഴും നടക്കുന്നത്. അത് നിങ്ങൾക്കറിയാം. നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണ് എങ്കിൽ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണല്ലോ പ്രധാനം. നല്ലതായാൽ മാത്രം പോരാ, നല്ലതാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയും കൂടെ വേണം. സാധാരണ രാഷ്ട്രീയക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, ഒരു കുളത്തിൽ നമ്മളെ മീൻ പിടിക്കാൻ പോകുന്നൊരു ഉദാഹരണം. ഒരു ചൂണ്ടയിടുകയാണ്. ചൂണ്ട കുറേ നേരം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 മീൻ കിട്ടിയെന്നിരിക്കാം, ചിലപ്പോൾ മീൻ കിട്ടണമെന്നില്ല, എന്നാലും കുറച്ച് കിട്ടിയെന്നിരിക്കാം. പക്ഷേ മണിക്കൂറുകൾ പോവും, വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അതേസമയം നിങ്ങളൊരല്പം ഒരല്പം മയക്കുമരുന്ന് ഈ കുളത്തിൽ ഒന്ന് കലക്കി നോക്കുക. ഈ മീനെല്ലാം ഇങ്ങനെ മയങ്ങി ചത്ത് പൊങ്ങും. ചിലതൊക്കെ വാരി കൊട്ടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കാലിയായിട്ട് എല്ലാ സാധനമായിട്ട് കൊണ്ടുപോകാം. ഇതേപോലാണ് രാഷ്ട്രീയത്തിൽ നിങ്ങൾ വിശ്വാസവും മതവും കലർത്തുന്നത്. ഇല്ല, ശങ്കരാടി പറയുന്ന ഒരല്പം വർഗീയ ലഹള, 1-2 കോൺഫ്ലിക്ട്സ്, വോട്ടിങ്ങിനെ ഇങ്ങനെ പോരും. കൂടുതലൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഒരു മുസാഫർ നഗറിൽ ഇങ്ങനെ നിരന്തരമായ 3-4 തവണ വർഗീയ ലഹളകൾ ഉണ്ടാകുമ്പോൾ 10 സീറ്റിൽ നിന്ന് എങ്ങനെയാണ് BJP 73 സീറ്റിലേക്ക് പോയത് എന്ന് വിശദീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇത് സിംപ്ലി കമ്മ്യൂണൽ പൊളിറ്റിക്സ്. അല്ലാതെ BJP അവിടെ അത്ഭുതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 73 എന്ന് പറയുമ്പോൾ 2 സീറ്റ് അപ്നാദൾ എന്ന് പറയുന്ന അവരെ സഖ്യകക്ഷി കിട്ടുണ്ടായി. അവർ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും നടത്തിയില്ല. മായാവതിയെ ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ അങ്ങേയറ്റം കൃത്യമായും വളരെ ശാസ്ത്രീയമായും പ്രതിരോധിക്കുകയും തുറന്നു കാട്ടുകയും ചെയ്തുകൊണ്ടൊന്നും അല്ല BJP കഴിഞ്ഞ ഇലക്ഷനിൽ അവിടെ 73 സീറ്റ് വാങ്ങിയത്. പച്ചയായ കമ്മ്യൂണൽ പൊളിറ്റിക്സ്. 1 മുസാഫർ നഗറിലെ റൈറ്റ്സ്, 2 മോഡി എന്ന് പറയുന്ന മനുഷ്യൻ്റെ വ്യക്തിപ്രഭാവം. എന്താണ് ഈ മനുഷ്യൻ്റെ വ്യക്തിപ്രഭാവം? മോഡിയെക്കുറിച്ച്, മോഡിയുടെ രാഷ്ട്രീയ സമ്പാദ്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് പണി കൊടുത്ത നേതാവ് എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിലെ പൊതു ഹിന്ദു മനസ്സിന്, അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയ മനസ്സിൽ മോദി എന്ന് പറയുന്ന ഒരാൾ വീരനായകനായത് അവർ എതിർക്കുന്ന, അവർക്കിഷ്ടമല്ലാത്ത, ഭൂരിപക്ഷത്തിന് ഇഷ്ടമല്ലാത്ത ഒരു വിഭാഗത്തിന് കൃത്യമായ പണി കൊടുത്ത ഒരു നേതാവ്, ആള് കൊള്ളാട്ടോ എന്നുള്ളൊരു ബോധം. നിങ്ങൾ എവിടെ നോക്ക്, വേറെ ഒന്നുമില്ല. ഒരു ശരാശരിക്കാരൻ വികസന രാഷ്ട്രീയം കൊണ്ടാണ് എന്നൊക്കെ പലരും പറയാം. അങ്ങനെയാണെങ്കിൽ ചന്ദ്രബാബു നായിഡു ഒക്കെ ഇന്ത്യൻ രാഷ്ട്രപതി ആവേണ്ട സമയം കഴിഞ്ഞു. കഴിഞ്ഞ 20 വർഷം കൊണ്ട് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നതിനപ്പുറം വികസനമൊന്നും ഇന്ത്യയിൽ ആരും കൊണ്ടുവന്നിട്ടില്ല. വികസനം നിങ്ങൾ എന്താ പറയുന്നതെന്ന് ഉദ്ദേശിക്കും. ഗുണവും ദോഷമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, അഴിമതി ഉണ്ടാവും, എല്ലാ സാധനങ്ങളൊക്കെ കുറച്ച് കോമൺ ആണ്. അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. നരസിംഹറാവു ഇരുന്നാലും വാജ്പേയി ഇരുന്നാലും മോട്ടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നിങ്ങൾ വികസനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന് സ്ഥിരമായി ഭരിക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് ഗുജറാത്തിലെ നരേന്ദ്രമോദിക്ക് ലോകം മുഴുവൻ പഴിക്കുമ്പോഴും, ലോകം മുഴുവൻ പരിതപിക്കുമ്പോഴും, ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും എന്തുകൊണ്ട് മോദിയുടെ ഭൂരിപക്ഷം ഗുജറാത്തിൽ വർദ്ധിച്ചു വന്നു? വികസന രാഷ്ട്രീയമാണോ? വികസന രാഷ്ട്രീയമാണെങ്കിൽ അങ്ങനെ ലോകമെമ്പാടും ഉണ്ടാവേണ്ടതാണ്. ഇന്ത്യയിൽ അങ്ങനെ എങ്ങും ഉണ്ടാവുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് എല്ലാവരും പുറത്തെതിർക്കുമ്പോഴും സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, സ്വന്തം മേഖലയിൽ, സ്വന്തം രംഗത്ത് മോദി വിജയിച്ചു വരുന്നത്? ഇതാണ് കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും ബീഭത്സമായ ഭാവം. നിങ്ങളീ പറയുന്നതൊന്നും യാതൊരു രീതിയിലും രജിസ്റ്റർ ചെയ്യപ്പെടില്ല. കാരണം ജനങ്ങൾ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞു, കൺസോൾഡേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഈ കൺസോൾഡേഷൻ പലപ്പോഴും ഒരു മാത്തമെറ്റിക്കലായിട്ടുള്ള ടെറർ കൂടിയാണ്. അത് ഞാൻ പറയാൻ കാരണം, ഈ അടുത്തിടെ 2014 UP നടന്ന ഇലക്ഷൻ തന്നെ നിങ്ങൾ നോക്കുക. അവിടെ വലിയ 2 പാർട്ടികളുണ്ട്, രാജ്യം ഭരിച്ച പാർട്ടികൾ, സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും. ഈ 2 പാർട്ടികൾ, ഒരു പാർട്ടിക്ക് 5 സീറ്റും കണ്ട് കിട്ടി, SP-ക്ക് 19% വോട്ട് പിടിച്ചിട്ടും, ഉത്തർപ്രദേശിൽ മൊത്തം സ്വന്തം പ്രതിമകൾ സ്ഥാപിച്ചിട്ടും മായാവതിക്ക് 0 സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. കൺസോൾട്ടേഷൻ നടക്കുന്നില്ല. അതായത് വോട്ടുകളുണ്ട്, പക്ഷേ
ഒരു സീറ്റിൽ പോലും വിജയിപ്പിക്കാനായിട്ടുള്ള വോട്ടുകളില്ല. അതാണ് ഇഷ്യൂസ് വേണം. അതായത് ചെറിയ ചെറിയ ഇഷ്യൂസ് പോരാ, വമ്പൻ ഇഷ്യൂസ് വേണം. അവിടെയാണ് പശുവും മതവും വർഗീയലകളും വലിയ ഇഷ്യൂസായി മാറുന്നത്. രാഷ്ട്രീയക്കാർ മണ്ടരാണ് എന്ന് പൊതുവിൽ ജനങ്ങൾക്കൊരു ധാരണയല്ല. ആരാണ് മണ്ടരെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വെറുതെ വോട്ട് കിട്ടിയിട്ട് കാര്യമില്ല, ലംബമായിട്ട് കിട്ടണം. അല്ലെങ്കിൽ എങ്ങനെയാണ് 19% വോട്ട് നേടുകയാ മായാവതിക്ക്? 80 സീറ്റിൽ ഒരു സീറ്റും കിട്ടുന്നില്ല. പക്ഷെ ഇപ്പുറത്തെ വോട്ടുകൾ കുന്നുകൂടുകയാണ്. 73 സീറ്റുകൾ നേടുകയാണ് അവർ. മതരാഷ്ട്രീയത്തിനും വിശ്വാസ രാഷ്ട്രീയത്തിനും അത് സാധിക്കും.